ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടാ, ചോളം ഉപ്പുമാവ്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വായോ കൂട്ടുകാരെ. ഇതിനെ എടുത്തിരിക്കുന്നത് ചോളം ഉപ്പുമാവാണ് കേട്ടാ. ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കറിവേപ്പില, സവാള, തേങ്ങ, ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ചോളം മാവ് നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയിലേക്ക് പോകും അല്ലേ. അപ്പം ഞാൻ ഒരു കപ്പ് ഇങ്ങനെ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തെന്ന് പറയുമ്പോൾ, ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറേശ്ശെ നമ്മൾ ഈ ഉപ്പുമാവ് ഇട്ട് കൊടുത്ത് ചൂടാക്കണം കേട്ടോ. ക്യാമറയും എല്ലാം ഒറ്റയ്ക്കായത് കാരണമാണ് നിങ്ങൾക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നും. ഇടയ്ക്ക് ഞാൻ സൂര്യമോളെ വിളിച്ചിട്ടുണ്ട്, അവളിപ്പോൾ വരും. അപ്പോൾ എന്തായാലും നമുക്ക് ചൂടാക്കി ചെറുതായിട്ടൊന്ന് ചെറുതീയിലിട്ട് അടിയിൽ പിടിക്കാതെ നമ്മൾ ചൂടാക്കി എടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ദാണ്ട മാവ് വറുത്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളമിട്ട് നനച്ച് ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇങ്ങനെ നനച്ചെടുക്കുന്നതിൻ്റെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. മാവ് കട്ട പിടിക്കാൻ പാടില്ല. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മാവ് അങ്ങോട്ട് കുഴഞ്ഞു പോകും. അങ്ങനത്തെ ഒരു മാവാണല്ലോ ഈ ചോളം മാവ്. അപ്പോൾ കട്ട തെറ്റാതെ കുറച്ചായിട്ട് നമ്മൾ ക്ഷമയോടുകൂടെ കുഴച്ച് മിക്സ് ചെയ്ത് വെള്ളം എല്ലാ ഭാഗത്തും വരണം കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ നനയണം. അപ്പോൾ അത് കാരണം നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാണ്ടാവും, നമ്മൾ പുട്ടിനിങ്ങനെ ഉരുളയാക്കുന്നില്ലേ, ആ ഉരുളയാക്കുന്ന ഒരു പരുവം നോക്കിയപ്പം ആദ്യം എനിക്കത് ശരിയായില്ല. വീണ്ടും ഞാൻ ഇച്ചിരി വെള്ളം വെച്ച് നനച്ചെടുത്തു. അപ്പോൾ ഞാൻ സൂര്യമോൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ അത് വീണ്ടും പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിയായിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മളിങ്ങനെ ഉരുള പിടിക്കുന്ന സമയത്ത്, ആ ഉരുള അവിടെ വെക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞേട്ടാ. അതിനുശേഷം നമുക്ക് മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ സവാളയൊക്കെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് പാൻ ചൂടായതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓവറായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടില്ല, 1 സ്പൂൺ വെളിച്ചെണ്ണ മാത്രം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. സൂര്യമോളാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. സൂര്യ കണ്ടം വഴി ഓടുന്ന രീതിയിൽ പോയി. പിന്നെയും ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് അത് അടുത്തെടുത്തിരിക്കുന്നത് ഇഞ്ചി, പച്ചമുളക് കേട്ടോ. പിന്നെ എനിക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില കുറച്ച് ജലാംശം ഉള്ളത് കാരണം നല്ല പൊട്ടലായിരുന്നു കേട്ടോ. സൂര്യമോൾ എനിക്ക് പറ്റില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചിട്ട് പോയി കേട്ടോ. വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി കൂട്ടുകാരെ. ഒരു കയ്യിൽ ക്യാമറ പിടിക്കുന്നു, ഒരു കയ്യിൽ ഇതാ ഇങ്ങനെ കടുക് വറ. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യം കാണണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ആ ദൗത്യം അങ്ങോട്ട് ഏറ്റെടുത്ത് കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അടുത്ത് നമ്മൾ സവാള ഇട്ട് കേട്ടോ. അപ്പോൾ സവാള നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ. നല്ല ചുവക്കെ ഒന്ന് മൂപ്പിച്ച് വരണം കേട്ടോ. അതാണ് ഈ ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതാ കണ്ടോ, സവാള നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ആ മാവിനെ ചേർത്ത് കൊടുക്കാം. ഈ സമയമായപ്പോൾ സൂര്യമോള് വീണ്ടും വന്നു കേട്ടോ. ഞാൻ നല്ലതായിട്ട് ഒച്ച എടുത്തു. അപ്പോഴത്തേക്ക് അവൾ വീണ്ടും വന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ആ മാവിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു ഉപ്പുമാവിന് ടേസ്റ്റ് തേങ്ങയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് വെള്ളം ഇതാണ്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വെള്ളവും ഈ തേങ്ങയും ഈ മാവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊരു ഒരു 10 മിനിറ്റ് ഇതൊരു സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ആദ്യം കുറച്ച് സമയം ഇങ്ങനെ ചെയ്യുക, പിന്നെ അടച്ച് വെക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ അടപ്പെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം നനച്ച് കൊടുക്കുക. വെള്ളം നനച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. വീണ്ടും അടപ്പ് വെച്ച് കൊടുക്കുക. ഇതൊരു പ്രോസസ്സാണ് കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ ഉപ്പുമാവ് കാണുന്നത് എന്താണ്, വെള്ളം ഒഴിക്കുന്നു, വെള്ളം ചൂടാകുന്ന സമയത്ത് മാവ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. റവ മാവായാലും എന്ത് മാവായാലും അല്ലേ. പക്ഷേ ഇത് ഇങ്ങനെയല്ല കേട്ടോ. ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ. കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക, അടച്ച് വയ്ക്കുക. അതിന് നമ്മൾ വീണ്ടും എടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കും കേട്ടോ. ഈ സമയം മീഡിയം സിമ്മായിരിക്കണം കേട്ടോ. തീ കൂട്ടി ഇടല്ലേ കൂട്ടുകാരെ. ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടുവേ. അപ്പോൾ തീ കൂട്ടി ഒട്ടും ഇടാൻ പാടത്തില്ല. അപ്പോൾ ഫൈനൽ പ്രോസസ്സായിട്ട് ഞാൻ എടുത്ത് നോക്കിയ സമയത്ത് ഓക്കെ, സ്പൂണിലൊക്കെ ഒട്ടാതെ ഇങ്ങനെ വന്ന് വരുന്നുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ മനസ്സിന് ഒന്ന് വിചാരിച്ച് വേണ്ട, കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഞാൻ വീണ്ടും വെച്ച് കൊടുത്തിട്ട് ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്.
മാത്രമല്ല നല്ലൊരു മണവുമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിട്ടാണ് ഈ ഉപ്പുമാവ് നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ചോളം ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും അല്ലേ? അംഗൻവാടിയിൽ നിന്നും, പണ്ടത്തെ നേഴ്സറി ആണല്ലോ, ആ നേഴ്സറിയിൽ നിന്നും വൈകുന്നേരം ആവുന്ന സമയത്ത് നമ്മുടെ ചോറ്റുപാത്രത്തിൽ ഉപ്പുമാവ് കിട്ടുന്നല്ലേ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കസിൻസ് പിള്ളേരൊക്കെ നേഴ്സറിയിൽ പഠിക്കുന്ന സമയത്ത് അവരെ വിളിക്കാൻ നമ്മൾ ഓടും. എന്തിനാണ്? ഈ ഉപ്പുമാവിന് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ ഉപ്പുമാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു നൊസ്റ്റുമാണ് കേട്ടോ. പക്ഷെ അന്നത്തെ ഒരു ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പം അത് വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും ഇതും നമുക്ക് ആ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട്. സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്പൂൺ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ടോ കൂട്ടുകാരെ, നല്ല രീതിയിലൊരു ഉപ്പുമാവല്ലേ. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ മഴ സമയത്തൊക്കെ ചൂട് കട്ടനും കുറച്ച് പഞ്ചസാരയൊക്കെ ഇങ്ങനെ വിതറിയിട്ട് ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക എന്ത് ടേസ്റ്റ് എന്നറിയാമോ. ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഈ ഓണക്കാലത്ത് ഈ മഞ്ഞ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കണം. ഇത്രയും നൈസായിട്ട് വന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ തുടക്കം പറഞ്ഞു, മുദ്ര ശ്രദ്ധിക്കണം. ഏതാണ് ആ മുദ്ര? അതെ, നമ്മൾ പുട്ടിന് മാവ് നനയ്ക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നനച്ചെടുക്കുക കേട്ടോ. മാത്രമല്ല ആവിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര നൈസായിട്ട് നമുക്ക് ഈ ഉപ്പുമാവ് കിട്ടിയിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് ഈ മഞ്ഞ ഉപ്പുമാവ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ ബൈ.